ഹായ്, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്നുമല്ല, സാധാരണ എൻട്രൻസിനും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ NCERT ടെക്സ്റ്റ് പ്രത്യേകിച്ച് ഫിസിക്സ് ഓർ കെമിസ്ട്രി എടുത്ത് തുറന്നു വെക്കുന്നത് മാത്രം ഓർമ്മയുണ്ട്, പിന്നെ അതിന്റെ മണ്ടയ്ക്കായിരിക്കും ഉറങ്ങി വീഴുന്നതെന്ന്. വായിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, ഒരു രസമില്ല വായിക്കാൻ, എങ്ങനെയാ NCERT ടെക്സ്റ്റ് പഠിക്കേണ്ടത്? അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിരം ചോദ്യം, സാറിന് ബയോളജിയിൽ അത്ര ഉറക്കം നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല, എന്നാലും മറ്റു സബ്ജക്റ്റിലും പ്രത്യേകിച്ച് ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾക്ക് ഒരു ഡൾ ഫീലിംഗ് സാധാരണ NCERT വായിക്കുമ്പോൾ വരാറുണ്ട്. സോ നമ്മൾ എങ്ങനെയായിരിക്കണം ഈ NCERT അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയായിരിക്കണം എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ NCERT ടെക്സ്റ്റ് വായിക്കേണ്ടത്? അപ്പൊ നമ്മളൊരു ടോപ്പിക്ക് നമ്മൾ NCERT ഒരു കാര്യം ഞാൻ എപ്പോഴും എടുത്തു പറയാം, നിങ്ങൾ JEEക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നീറ്റ് എൻട്രൻസിനായിക്കോട്ടെ, മെഡിക്കലിനോ എഞ്ചിനീയറിംഗിനോ പ്രിപ്പയർ ചെയ്യുന്ന ഏത് കുട്ടികളാണെങ്കിലും, അഗ്രികൾച്ചർ ഏത് എൻട്രൻസോ ആയിക്കോട്ടെ, എയിംസോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ ഗൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്. പ്രത്യേകിച്ച് ബയോളജി എടുക്കുന്നവർക്കാണെങ്കിൽ അതിൽ നിന്നല്ലാതെ നിങ്ങൾ കാട് കയറി ഒന്നും പഠിക്കരുത്. ഇന്ന് ഒരു സ്റ്റുഡന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പുള്ളിക്കാരൻ റിപ്പീറ്റർ ആണ്. അപ്പൊ എന്നോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് NCERT പഠിച്ചാൽ മതിയായിരുന്നു. അതായത് ആ പയ്യൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കാട് കയറി പഠിച്ചു ബയോളജി. അവസാനം എൻട്രൻസ് എഴുതാൻ സമയത്തായപ്പോഴത്തേക്ക് ഫുൾ കൺഫ്യൂഷനായി. സാറേ, എനിക്ക് ഇനി ഒരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ NCERT പഠിച്ച് തന്നെ എഴുതും എന്നാണ് പറഞ്ഞത്. റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ എടുത്ത ആളായിരുന്നു. അത് ശരിയാണ്, കാരണം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവും. ബയോളജിയുടെ കേസിൽ NCERT വിട്ട് നിങ്ങൾ ഒരിടത്തേക്കും പോകേണ്ട കാര്യമില്ല. NCERTയിൽ നിന്ന് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കൂ. നിങ്ങൾക്ക് ചെറിയ 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 എക്സ്ട്രാ പോയിന്റ്സ് പഠിക്കാം എന്നുള്ളതല്ലാതെ കൂടുതൽ കാട് കയറി പഠിക്കരുത്. അങ്ങനെ പഠിപ്പിക്കുന്നത് ശരിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. കൂടുതൽ പോയിന്റ്സ് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നു, അപ്പൊ അതെല്ലാം നല്ലതാ അല്ലെങ്കിൽ അതെല്ലാം പരീക്ഷയിൽ ചോദിക്കുക എന്ന് വിചാരിക്കുന്ന മണ്ടത്തരമാണ്. നിങ്ങൾ NCERT ഫോളോ ചെയ്ത് പോയാൽ മതി. ഒത്തിരി ഗൈഡുകൾ ഫോളോ ചെയ്ത് അതിലെ എല്ലാ ചപ്പ് ചവറുകളും പഠിച്ച് പോകരുത്. അവസാനം നിങ്ങളുടെ ബ്രെയിൻ ലോഡഡ് ആകും. അവസാനം ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി കൺഫ്യൂഷൻ ആകും. സോ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകരുത്. പക്ക വാട്ട് എവർ ദി എക്സാമ്പിൾസ് ഗിവൺ ഇൻ NCERT അത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. വാട്ട് ആർ ദ പോയിന്റ്സ് ഗിവൺ ഇൻ NCERT അത് നന്നായിട്ട് പഠിച്ചു പോവുക. കെമിസ്ട്രിയുടെ കേസ് എത്തുമ്പോഴും ഇതുപോലെ തന്നെ. കെമിസ്ട്രിയിലും നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്, പ്രത്യേകിച്ച് ഇനോർഗാനിക്കില് ഒരിക്കലും പുറത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരില്ല. നിങ്ങൾ P ബ്ലോക്ക്, S ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ D ആൻഡ് F ബ്ലോക്ക് ഒക്കെ പഠിക്കുമ്പോൾ ഒത്തിരി എന്ന് പറഞ്ഞാല് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പുറത്തുനിന്ന് അവൈലബിൾ ആയിരിക്കും. സോ അത്തരം ക്വസ്റ്റ്യൻസ് നോക്കി അയ്യോ അതിന്റെ ആൻസർ എങ്ങനെയാ വന്നത്, ഇതിന്റെ ആൻസർ എങ്ങനെയാ വന്നത്, ഇതൊക്കെ നിങ്ങൾ പഠിക്കും. പക്ഷെ NCERTൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസോ അതിൽ തന്നിരിക്കുന്ന പോയിന്റുകളോ നിങ്ങൾ റിലവന്റ് ആയിട്ട് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മണ്ടത്തരമായിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ പോയിന്റുകളും NCERTൽ തന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും ഓർഗാനിക് കെമിസ്ട്രിയിലും. അപ്പൊ അത്തരം പോയിന്റ്സുകൾ നന്നായിട്ട് നിങ്ങൾ റെഫർ ചെയ്യുക. അത് ഒരിക്കലും മറക്കരുത്, അത് നന്നായിട്ട് ചെയ്തോളണം. പിന്നെ നിങ്ങൾ മാത്സിന്റെ കേസ് എത്തുമ്പോഴത്തേക്കും മാത്സ് നമുക്ക് ടെക്സ്റ്റിൽ മാത്രം നിന്ന് ചെയ്തു പോകാൻ സാധിക്കില്ല, കാരണം കൂടുതൽ ന്യൂമറിക്കൽസ് നമുക്ക് വേണം. MCQs ഒത്തിരി നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. സെയിം ഇൻ ദ കേസ് ഓഫ് ഫിസിക്സിനകത്തും നിങ്ങൾ തിയറി പോർഷൻ എപ്പോഴും NCERT പഠിച്ചാൽ മതി. MCQന് മാത്രം നിങ്ങൾ വേറൊരു ഗൈഡ് ഫോളോ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ന്യൂമറിക്കൽസ് അധികം വേണം എന്നുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് നമ്മൾ ഗൈഡിനെ ആശ്രയിക്കുന്നത്. തിയറി പോർഷന് എപ്പോഴും നോക്കിയാൽ മതി, NCERT നോക്കിയാൽ മതി. അതിനെ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് പോകും. 600+ നിങ്ങൾക്ക് ഷുവർ ആണ്. നിങ്ങൾ അതിനെ നന്നായിട്ട്, ആ വേർഡ് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, നന്നായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, അതിൽ ഓരോ ലൈൻസും വിടാതെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഷുവർ ആണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, NCERT ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പ്ലസ് ടുവിലെ പാർട്ട് 1 ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഓരോ ടെക്സ്റ്റ് ബുക്ക് കാണുമല്ലോ, എല്ലാ ടെക്സ്റ്റ് ബുക്കും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. NCERT കളക്ട് ചെയ്യാതെ നിങ്ങൾ ഒരിക്കലും എൻട്രൻസ് പഠനം തുടങ്ങരുത്. സോ ഇത് കളക്ട് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാ ടെക്സ്റ്റ്, അതായത് പ്ലസ് 1ലെയും പ്ലസ് 2ലെയും ഫുൾ NCERT ഇഫ് പോസിബിൾ നടക്കുമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കോപ്പി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇഫ് പോസിബിൾ എന്നേ ഞാൻ പറയുന്നുള്ളൂ, കാരണം എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി എനിക്കറിയില്ല. അപ്പൊ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പുതിയത് വാങ്ങിയാൽ നല്ലതെന്നേ ഉള്ളൂ. പക്ഷെ അത് വളരെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് പുതിയതല്ല പഴയതാണ് കിട്ടിയതെങ്കിലും മിക്കവാറും പഴയ സീനിയേഴ്സിന്റെ മേടിച്ചോളൂ, അതാണ് നല്ലത്. കാരണം അവർ തുറന്നു പോലും നോക്കിയിട്ടുണ്ടാവില്ല.
ഫ്രഷ് കോപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. കണ്ട സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പോലും തോന്നില്ല. ആ തുറന്ന് നോക്കുമ്പോൾ ആ മണം അതുപോലെ കാണും. അപ്പോൾ അതിങ്ങനെ വാങ്ങിച്ചോളൂ, നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അതിങ്ങനെ തലമുറകൾ കൈമാറി വരുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് അതിനകത്ത് യാതൊരു വരയും കുറിയും വരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഫിസിക്സിനകത്തൊക്കെ നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇനി കയ്യിൽ വെച്ചുകൊണ്ട് വെറുതെ ഇരിക്കരുത്, നിങ്ങളെങ്കിലും അതിനെ ഉപയോഗിക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ ആ ബുക്ക് തന്നെ എന്ത് വിചാരിക്കും അല്ലെ. സോ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഞാനൊരു എക്സാമ്പിൾ ഒരു പേജ് എടുത്തു. അപ്പൊ ആ പേജില് കോൾറാഷ്യസ് ലോ ആണ് കിടക്കുന്നത്. അപ്പൊ ആ കോൾറാഷ്യസ് ലോയിൽ ഓരോ പോയിന്റ്സ് തന്നിരിക്കുന്നത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ കോൾറാഷ്യസ് ലോ ഒക്കെ അവിടെ തന്നിട്ടുണ്ട്. സോ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് തന്നിരിക്കുന്നത് എക്സാമ്പിൾസ് ഇങ്ങനെ വായിച്ച് ആ പേജ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. സോ ഇത് ഫുള്ള് ഇതുതൊട്ട് ഇതുവരെ വായിക്കുക, കുത്തിയിരുന്ന് വായിക്കുക തന്നെ വേണം. ഇത് വായിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് തോന്നുന്ന ചില സെന്റൻസുകൾ വരും. ആ സെന്റൻസുകളോ അല്ലെങ്കിൽ വാക്കുകളോ അതൊന്ന് ഹൈലൈറ്റർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയോ റെഡ് ഇങ്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുകയോ വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങളുടെ സൗകര്യം പോലെ. കാരണം ചിലർക്ക് ടെക്സ്റ്റിൽ മാർക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ലായിരിക്കും, ചിലർക്ക് മാർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം, എനിക്ക് മാർക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം, അല്ലാതെ അതിനകത്ത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ മാർക്ക് ചെയ്ത് വെക്കുക. അത് ഫുള്ള് വരയിട്ട് വെക്കരുത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീൽ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ അടിവര ഇടാവൂ. അങ്ങനെ എഴുതിയതിനു ശേഷം നിങ്ങൾ ഇത് ഫുൾ വായിക്കണം കേട്ടോ, നല്ല പോലെ വായിക്കണം. വായിച്ച ഒരു ദിവസം 2-3 പേജൊക്കെ വായിച്ചാൽ മതി, കൂടുതൽ വായിക്കണമെന്നില്ല. സോ അതിനകത്ത് കുറെ ടോപ്പിക്സ് കവർ ആയിക്കോളും. സോ അത്രയും വായിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടിയ മേജർ പോയിന്റുകളെ നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതി വെക്കുക. വയ്ക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് പോലൊരു ബുക്ക് ഉണ്ടാക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഓൺലി ദ മെയിൻ പോയിന്റ്സ്. അത് നിങ്ങൾ ഫുൾ കോൾറാഷ്യസ് ലോ എന്ന് എഴുതി വെച്ചാൽ മതി. അല്ല ലോ അവിടെ എഴുതി വെക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് കോൾറാഷ്യസ് ലോ എന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ കൂടി ജസ്റ്റ്. അപ്പൊ നമുക്ക് കോൾറാഷ്യസ് ലോ ആ എക്സാമ്പിൾ കാണുമ്പോൾ സംഭവം നമ്മുടെ തലയിലേക്ക് ഓടിയെത്തണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. സോ അങ്ങനെ ഒരു കീ പോയിന്റ്സ് എന്ന രീതിയിൽ നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഒരു 3-4 പേപ്പേഴ്സിനുള്ളിൽ തന്നെ നമ്മളൊരു ചാപ്റ്റർ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് ഇപ്പൊ രാവിലെ നിങ്ങൾ അത് വായിച്ചു കഴിഞ്ഞു, രാത്രി ഒന്ന് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് മാത്രം ഒന്ന് വേഗം ഒന്ന് വായിക്കും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ജസ്റ്റ് ആ കോൾറാഷ്യസിൽ ഇതാണ് എക്സാമ്പിൾ, ഇതാണ് കാര്യം, അങ്ങനെ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ അന്ന് വായിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുക. അങ്ങനെ ബ്രീഫ് ചെയ്തതിന് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളും, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്ത് 1 വീക്ക് ആകുമ്പോൾ ഒരു വീക്കെൻഡില് ഒരു സൺഡേ ആ ആഴ്ച നിങ്ങൾ കവർ ചെയ്ത NCERT പോയിന്റ്സ് എല്ലാം ഈ പോയിന്റ് ബുക്ക് നിങ്ങൾ ബുക്ക് യൂസ് ചെയ്താൽ മതി, ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകണമെന്നില്ല. ആ ബുക്കിനകത്ത് നിങ്ങൾ ഇങ്ങനെ മെമ്മറൈസ് ചെയ്യുക. അതിൽ ഏതെങ്കിലും പോയിന്റ് മറന്നു പോയതായിട്ട് തോന്നുന്നെങ്കിൽ മാത്രം വീണ്ടും NCERT തുറന്നത് എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് മെമ്മറൈസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ NCERT പഠിച്ചു പോകേണ്ടത്. ബയോളജിയിലാണെങ്കിൽ ഇതുപോലെ ഒത്തിരി പോയിന്റ്സ് കിട്ടും, അതെല്ലാം പോയിന്റ് ആയിട്ട് പോകും. ഫിസിക്സിനകത്തും നിങ്ങൾക്ക് ഇതുപോലെ കുറെ പോയിന്റ്സ് കിട്ടും, പക്ഷെ നമ്പർ ഓഫ് പോയിന്റ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സോ എന്നാലും ഫോർമുലകൾ ഒത്തിരി വരും. യു ക്യാൻ ക്രിയേറ്റ് എ ഫോർമുല ബുക്ക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഫോർമുല ബുക്ക് വേണമെങ്കിൽ ഫോർമുലകൾക്ക് മാത്രമായിട്ടൊരു ബുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചാപ്റ്ററിൽ തന്നെ ഫോർമുലകൾ എഴുതി പോകാം. എനിവേ നിങ്ങളുടെ പഠന രീതി നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അതുപോലെ പഠിച്ചു പോകാം. ഇതെല്ലാം ചെയ്തതിനു ശേഷം ചാപ്റ്റർ തീരുമ്പോൾ നിങ്ങൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവര് MCQ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് there will be many exercise, ഒത്തിരി എക്സസൈസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഈ എക്സസൈസുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇതിനകത്ത് 18 എക്സസൈസ് ഒരു ചാപ്റ്റർ തന്നിട്ടുണ്ട്. ഈ 18 എക്സസൈസും വളരെ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അത് ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും ഇതിന്റെ സൊല്യൂഷൻസ് ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നോക്കുക, അത് ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് പോയിന്റ്സ് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. സോ അത്തരത്തില് നിങ്ങൾ അതിന്റെ പോയിന്റ്സ് എല്ലാം അതിന് തന്നിരിക്കുന്ന എക്സസൈസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. നൗ ഇറ്റ് ഈസ് ടൈം ഫോർ MCQ. ഇനിയാണ് നിങ്ങൾ MCQ ചെയ്യേണ്ടത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, ഒരു ചാപ്റ്റർ ഒരാഴ്ചയിൽ കൂടുതൽ വലിച്ചിഴക്കരുത്. ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ ടൈം മാനേജ്മെന്റ് കൂടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫിസിക്സിനൊക്കെ ഇച്ചിരി സമയം കൂടുതൽ എടുക്കും. കാരണം ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഒരു ദിവസം ചിലപ്പോൾ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ചിലപ്പോൾ 5-10 ന്യൂമറിക്കൽസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ കപ്പാസിറ്റി നമ്മളിങ്ങനെ കൂട്ടി വരിക. ഇപ്പൊ ഒരു ദിവസം 10, പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് MCQ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഒരു ദിവസം 20 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വാശിയാണ് 30 എണ്ണം ചെയ്തിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് അത് കൂട്ടി കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ദിവസം തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ഇൻക്രീസ് ചെയ്യും. നമ്മൾ വാശി എടുക്കണം. നമ്മൾ ഇത്ര ദിവസം ആദ്യത്തെ ഒരാഴ്ച 20 എണ്ണം വെച്ച് തീർത്താൽ അടുത്ത ആഴ്ച ഞാൻ 30 എണ്ണം ചെയ്തിരിക്കും. 30 എണ്ണം ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് എണീക്കാം. ദാറ്റ് ഈസ് ദ ഡിറ്റർമിനേഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് അത് പ്രാവർത്തികമാക്കുക. ദർ ഷുഡ് ബി സ്ട്രോങ് ഡിസിഷൻ. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും നിങ്ങളായിട്ട് തെറ്റിക്കരുത്. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ് നമ്മളത് മനസ്സറിഞ്ഞെടുക്കുന്ന ഡിസിഷൻസ് ആയിരിക്കണം. ഒരിക്കലും അതിനെ വയലേറ്റ് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ
NCERT ഒക്കെ പച്ച വെള്ളം പോലെ നിങ്ങൾ പഠിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പഠനം നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. നിങ്ങളോടൊപ്പം എന്നും ഞാനും കൂടെ കാണും. എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഈ കമന്റ് ബോക്സിൽ വരുന്ന കമന്റ്സിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് NCERT എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിച്ചിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാം. കമന്റ് ബോക്സ് ഓപ്പൺ ആണ്, എല്ലാവർക്കും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഒപ്പം എൻട്രൻസിന്റെ ക്ലാസ്സുകൾ +1-ന്റെയും +2-ന്റെയും റിപ്പീറ്റേഴ്സിന്റെ ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവേത് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അയച്ചു തരാം. വളരെ തുച്ഛമായിട്ടൊരു ഫീസ് മാത്രമേ നിങ്ങൾ നിന്ന് അതിന് വേണ്ടി മേടിക്കുന്നുള്ളൂ. കാരണം ഇതിന്റെയൊക്കെ ഫീസ് സ്ട്രക്ചർ ഓൺലൈൻ എൻട്രൻസിന് പോലും ഞാൻ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊക്കെ ഒരു വർഷം വാങ്ങിക്കുന്നതിന്റെ 3-4 ഇരട്ടിയൊക്കെയാണ് ഓരോരുത്തർ ജസ്റ്റ് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടൊക്കെ മേടിക്കുന്നത്. സോ അത്രയും എമൗണ്ട് ഒന്നും കൊടുത്ത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നോളജ് നമ്മുടെ NCERT അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ഹെൽപ്പോട് കിട്ടി നിങ്ങൾ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, നീറ്റ് ആയാലും JEE ആയാലും. സോ നിങ്ങളോടൊപ്പം ഇന്ന് ഞാനും കൂടെ ഉണ്ടാകും. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.